മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ പവാർ കുടുംബ പോരിനാണ് അരങ്ങൊരുങ്ങിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ ആരായാലും NCP സ്ഥാപക നേതാവ് ശരത് പവാറും സഹോദരപുത്രനും BJPയിലേക്ക് പോയ NCP പക്ഷത്തിന്റെ നേതാവുമായ അജിത് പവാറും തമ്മിലാണ് യഥാർത്ഥ പോരാട്ടം. 55 വർഷമായി NCPക്കൊപ്പം നിൽക്കുന്ന ബാരാമതി ലോക്സഭാ സീറ്റ് പിടിച്ചെടുക്കുക ഇരു കൂട്ടരുടെയും അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MPയും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലെ സ്ഥാനാർത്ഥിയാകുമെന്നത് ഉറപ്പായിരുന്നു. അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. പിന്നാലെ അജിത് പവാർ പക്ഷം അദ്ദേഹത്തിന്റെ ഭാര്യ സുനേത്ര പവാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. സിനിമകളിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു നാത്തൂൻ പോരാട്ടത്തിനാണ് ബാരാമതി സാക്ഷ്യം വഹിക്കുക. ഇതോടെ ധർമ്മസങ്കടത്തിലായത് മണ്ഡലത്തിലെ വോട്ടർമാരാണ്. EDയാണ് അജിത്തിന്റെ വിമത നീക്കത്തിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. അല്ലാതെ അജിത് ദാദ ഈ കൊലച്ചതി NCPയോട് ചെയ്യില്ലെന്നാണ് പലരും അടക്കം പറയുന്നത്. 2009 മുതൽ സുപ്രിയ സുലെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന മണ്ഡലമാണ് ബാരാമതി. 55 വർഷത്തിലേറെയായി ബാരാമതി ലോക്സഭാ സീറ്റ് പവാർ കുടുംബത്തിന്റെ കോട്ടയാണ്. 1967 ആദ്യമായി മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശരത് പവാർ ബാരാമതിയിൽ നിന്ന് വിജയിച്ചിരുന്നു. 1972, 1978, 1980, 1985, 1990 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം സീറ്റ് നിലനിർത്തി. 2009 മുതൽ സുപ്രിയ സുലെ ബാരാമതിയെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തി. അജിത് പവാറിന്റെ ജ്യേഷ്ഠനടക്കമുള്ള പവാർ കുടുംബം ഒന്നടങ്കം സുപ്രിയ സുലെക്കൊപ്പമാണ്. കുടുംബത്തിന്റെ വളർച്ചയുടെ നട്ടെല്ല് ശരത് പവാറാണെന്ന് അവർ പറയുന്നു. ജ്യേഷ്ഠന്റെ ഭാര്യ അമ്മയ്ക്ക് സമമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പോര് പ്രത്യയശാസ്ത്രപരമാണെന്നാണ് സുപ്രിയ സുലെയുടെ അഭിപ്രായം. ബാരാമതിയിലെ സാധാരണക്കാരാകട്ടെ പവാർ സാഹിബിനെയും അജിത് ദാദയെയും ഒരുപോലെ സ്നേഹിക്കുന്നു. പവാറിനെ ഇല്ലാതാക്കാനുള്ള BJPയുടെ ഗൂഢതന്ത്രമാണ് സുനേത്രയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. 1999 കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ശരത് പവാർ NCP രൂപീകരിച്ചത്. കഴിഞ്ഞ ജൂലൈയിലാണ് പാർട്ടി പിളർത്തി അജിത് പവാർ വിഭാഗം BJPക്കൊപ്പം ചേർന്നത്. പിന്നാലെയുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ NCPയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. NCP എന്ന പേരും ചിഹ്നവും അജിത് പവാർ പക്ഷത്തിനായിരിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. ഇത് ശരത് പവാർ പക്ഷത്തിന് നല്ലൊരു തിരിച്ചടിയായിരുന്നു.